സന്തോഷവും സങ്കടവും അതിലുപരി വ്യത്യസ്തമായ ഒരു പ്രവേശനോത്സവമാണ് ജാലകം പ്രവേശനോത്സവം. നമ്മുടെ കരുവാരകുണ്ടിന്റെ ബെഡ്സ് സ്കൂളിൽ ഇന്ന് ആ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ഇന്ന വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രവേശനോത്സവം കണ്ടിട്ടുണ്ട്. നമ്മളെ കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ 10-11 വിദ്യാലയങ്ങളിൽ കരുവാരകുണ്ട് മുഴുവൻ വിദ്യാലയങ്ങളും ഒരു വ്യത്യസ്തമായ ഒരു വിദ്യാലയം നമുക്കറിയാം. നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ മക്കൾക്ക് ആ ഒരു പ്രവേശനോത്സവം, ഇതിൽ ഒരുപാട് ആളുകൾ സഹകരണങ്ങളുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പോലെ തന്നെ ഈ വർഷവും നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാൻ ഉള്ളത് നമ്മുടെ മൈത്രി ക്ലബ്ബ്, പിന്നെ അതുപോലെ കരുവാരകുണ്ട് ചിറക്കലുള്ള അഡോൺ ജ്വല്ലറി, പിന്നെ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ്. വിപുലമായിട്ട് ചടങ്ങുകളൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും നമുക്ക് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഇത്രയും കുട്ടികളെ രക്ഷിതാക്കളെയൊക്കെ ഈ പരിപാടിയിലേക്ക് കണ്ടത് അതിലേറെ സന്തോഷം. ഇനി ഇവിടുന്ന് തുടർന്ന് നല്ല രീതിയിൽ ഇത് തുടർന്ന് അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും ഇത്തരം നല്ല അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു. കുട്ടികൾക്ക് പായസത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിനുള്ളിൽ കയറി ആണുമ്പോ കുടിക്കണല്ലോ. അല്ല ഞമ്മക്ക് രസം കാണിക്കണി ഉണ്ടോ? ഉണ്ടല്ലേ? ഇതിപ്പോ ആരാ വക? കുടുംബശ്രീന്റെ വക. കുടുംബശ്രീന്റെ വകയാണ് ഇത്. ചക്കരക്ക് എന്ത് പായസാണ്? ചെറുപയർ പായസം അല്ലെ? ചെറുപയർ വരില്ലേ? പായസം തന്നെ അണ്ടിപ്പരിപ്പും കിട്ടിയിരുന്നു. അടിപൊളിയാണ്. എന്തായാലും കുട്ടികളെ സന്തോഷത്തില്ലേ. ഞാനും സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പരിപാടി കരുവാരകുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. CDS പ്രസിഡന്റ് ബിന്ദു ജോസ്, ബ്ലോക്ക് കോർഡിനേറ്റർ മുഹമ്മദ് ഷമീർ, CDS സാമൂഹ്യ ഉപസമിതി കൺവീനർ റംലത്ത് എന്നിവരൊക്കെ പങ്കെടുത്തു. അതുപോലെ തന്നെ മൈത്രി ക്ലബ്ബ് ഭവനംപറമ്പ് മുഴുവൻ കുട്ടികൾക്കുള്ള നോട്ട്ബുക്കുകളും മിഠായികളും കൈമാറി. അഡോൺ ജ്വല്ലറിയുടെ വക ബലൂണും ക്രയോണും കൈമാറി. അതുപോലെ തന്നെ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി അവരുടെ വകയും മുട്ടായി ഉണ്ടായിരുന്നു. CDS വക അടിപൊളി പായസവും വിതരണവും നടന്നു. ഏതായാലും ഇതിന്റെ അലങ്കാര വർക്കുകളൊക്കെ ഗ്രാമീണ ബാങ്കുമാണ് നടത്തിയിട്ടുള്ളത്.